ഈ ജോഡോ യാത്രയും അതോടൊപ്പം തന്നെ 2024 ലോക്സഭയിലെ മുന്നേറ്റം രാഹുൽ ഗാന്ധിയെ വലിയ ഇമേജ് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെയും തോൽവിയും ഇപ്പോൾ ലോക്സഭയിൽ ചില അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകളും ഉണ്ടാകുന്നല്ലോ. ഇതെല്ലാം രാഹുൽ എന്ന ആ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇമേജ് കുറയ്ക്കുകയാണോ? അല്ല, രാഹുൽ ഗാന്ധി ഇമേജ് മുമ്പത്തെ രാഹുൽ ഗാന്ധിനെ കണ്ട് അപേക്ഷിച്ച് രാഹുൽ ഗാന്ധി ഇപ്പം കുറച്ചിട്ടൊക്കെ മച്ചുറാണ്, ഒരു ഫൈറ്റർ എന്ന രീതിയിലൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്തും വിജയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ജോഡോ യാത്ര നയിച്ച സമയത്ത് രാഹുൽ ഗാന്ധി കുറച്ചൊക്കെ മച്ചുണ്ടായെന്ന് ഞാൻ പറഞ്ഞ ഇവിടെ പലരും കളിയാക്കിയിരുന്നു. പക്ഷെ ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി എമേർജ് നോ, നമ്മൾ ഇനി വരെ ഒന്നും മൈൻഡ് വെക്കാത്തതുകൊണ്ട് നിങ്ങളൊന്നും ഐ ഡോണ്ട് കെയർ എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള ഇലക്ഷനുകളിലുള്ള പരാജയം, എസ്പെഷ്യലി മഹാരാഷ്ട്രയിലുള്ള ഭയങ്കരമായ പരാജയം രാഹുൽ ഗാന്ധിക്ക് എനിക്ക് നമ്മൾ ക്ഷീണമായി. പിന്നെ ഈ ലോക്സഭയിലൊക്കെ പോയിട്ട് ശിവന്റെ ആരൊക്കെ ചിത്രം കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബന്ധം, ഈ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലൊക്കെ വരയ്ക്കുന്നതായിരിക്കുമല്ലോ, അത് പല രൂപത്തിലുള്ള ശിവനും ഒക്കെ ഉണ്ട്. ഇത് ഉപദേശിച്ച് കൊടുക്കുന്നവർ ഇത് മനസ്സിലാക്കേണ്ട, ഒരു വർഷം മാത്രം മനസ്സിലാക്കും. ഇപ്പൊ ഹിന്ദുമതത്തെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും ഹിന്ദുമതത്തെ ഒരു എന്താണ് അവരുടെ മനസ്സിലുള്ള ഒരു ടിപ്പിക്കൽ ഹിന്ദുയിസത്തിന്റെ ഒരു ലക്ഷണമായിട്ട് അവരാ ഈ ശങ്കരന്റെ അദ്വൈതമാണ്. അദ്വൈതം അതിൻ്റെ ഒരു സമ്പ്രദായം മാത്രമാണ്. അതിൽ പല സമ്പ്രദായങ്ങളുണ്ട്. അദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, അങ്ങനെ ഒരുപാട് ദ്വൈതമുണ്ട്, അങ്ങനെ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ ലോക്കൽ ട്രഡീഷൻസ് ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കാതെ എല്ലാം അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകുക, അദ്വൈതമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നുള്ളത് ഹിന്ദുമത വിമർശകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. എനിക്കൊക്കെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപനിഷത്തുകൾ എടുത്തുകൊണ്ടായിരുന്നു പലതും പറയാം. അപ്പോൾ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഏകമത വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ നമ്മൾ കൗണ്ടർ ചെയ്യുന്ന പലപ്പോഴും ഉപനിഷത്ത് എടുത്തോട്ടാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഉപനിഷത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ശങ്കരന്റെ ഫിലോസഫിക്ക് ഹിന്ദുമതം ഇന്ന് ഡോമിനന്റ് ആയിട്ടുള്ള ശങ്കരന്റെ ഫിലോസഫി തന്നെയാണ്, അങ്ങനെ സംശയമൊന്നുമില്ല. ഹിന്ദുമതത്തെ വീണ്ടെടുത്ത ശങ്കരനാണ് എന്നൊരു ഫീല് പൊതുവേ ഉണ്ട്. പിന്നെ അഹം ബ്രഹ്മാസ്മി, തത്വമസി, നിങ്ങൾ ഗുരുവായൂർ പോയാലും പിന്നെ ശബരിമല പോയാലും ഇതൊക്കെ കാണും. പക്ഷെ അതല്ല, അത് വിചാരിച്ചിട്ട് അത് മാത്രം നല്ല ഹിന്ദുയിസം. അതിന് ഒരുപാട് വാസ്റ്റ് സ്ട്രീംസ് ഓഫ് സ്കൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ട്രഡീഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഹിന്ദുയിസം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും സമ്പ്രദായം ചൂസ് ചെയ്തുകൊണ്ട് ഹിന്ദുമത വിമർശനം നടത്തുന്നത് എന്താണ് പറയുക, സമഗ്രമായിരിക്കില്ല. എല്ലാ സ്കൂളുകളെയും അതിൻ്റെ സമഗ്രതയെ ഉൾക്കൊള്ളണം, അതിന് നടത്താൻ പറ്റുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്താ ചോദിച്ച ചോദ്യം? രാഹുൽ ഗാന്ധിയുടെ കാര്യം. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം അതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്കൂൾ തൊട്ട് വിശ്വസിച്ച് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട്, ഈ ഫോട്ടോ മിക്കവാറും ഈ നമ്മളിപ്പോ വീട്ടുകളെല്ലാം തൂക്കിയിരിക്കുന്ന രാമനെ കൃഷ്ണന്റെ ഒക്കെ ഫോട്ടോ എന്ന് വെച്ചാൽ പണ്ടുണ്ടായ ഫോട്ടോ ഒന്നല്ല. അറിയാലോ, ഇവര് രാമനും കൃഷ്ണനൊക്കെ ചരിത്ര പുരുഷനാണോ എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദൈവികമായ സങ്കല്പമാണ്. ചരിത്ര പുരുഷൻ എന്നൊന്നും ഞാൻ പറയില്ല. ചരിത്ര പുരുഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് മാർത്താണ്ഡവർമ്മൻ ചരിത്ര പുരുഷൻ എന്ന് പറയും, ഒരു അശോകനെ ചരിത്ര പുരുഷൻ എന്ന് പറയും. അവർ ജീവിച്ചിരുന്നതിന് കൃത്യമായ തെളിവുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് അക്കാദമിക്കലി. തെളിവില്ലെങ്കിൽ നമ്മൾ ചരിത്ര പുരുഷൻ എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ആ റെസ്പെക്റ്റോട് കൂടി കൊണ്ടുപോകണം. അപ്പൊ അവരെ ഇന്ന് നമ്മൾ കാണുന്ന ചിത്രങ്ങൾ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളാണ്. അല്ലാതെ പിന്നെ അതിനൊക്കെ രവിവർമ്മന്റെ ഏജ് ആ ചിത്രങ്ങൾക്കുള്ളൂ. അതിനു മുമ്പൊക്കെ നമുക്കുണ്ടായിരുന്നത് 1000 അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം എന്ന് വെച്ചാൽ ദിയോഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലെ ഒരു കാട്ടിനുള്ളിലുള്ള ചെറിയ ക്ഷേത്രം. നമ്മളവിടെ ചെറിയ കാവ് പോലെ ഉണ്ടാവും. അടുത്ത കാലം വരെ പൂജ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മധ്യപ്രദേശിൽ പോകുന്ന തീർത്ഥാടകരൊന്നും അവിടെ, അല്ലെങ്കിൽ തീർത്ഥാടകരോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊന്നും അവിടെ പോകാറില്ല. കാരണം എന്ന് വെച്ചാൽ അത് വലിയ ഫേമസ് ആയ സ്ഥലമൊന്നുമല്ല. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന് നിന്നുള്ള സ്ട്രക്ചേർഡ് ടെമ്പിൾ ഗുപ്ത കാലഘട്ടത്തിൽ ഏതാണ്ട് AD 5-ാം നൂറ്റാണ്ട്, ഇന്നേരത്തെ നോക്കുമ്പോൾ ഏതാണ്ട് 1500 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ദേവ്ഗഡിലെ ഈ ടെമ്പിളാണ് എന്ന് അറിയാണ്ട് നമ്മൾ തേടി പിടിച്ചു പോയതാണ്. കാട്ടിനുള്ളിൽ പോയി ആ ടെമ്പിൾ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ചെറിയൊരു പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ടെമ്പിൾ. അപ്പം ആ ടെമ്പിളിൽ ഉള്ള ഒരു പിന്നെ എന്താണ് മൂർത്തി, അതല്ല അതിനുശേഷം പല ടെമ്പിളിലുള്ള മൂർത്തി. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ, അതല്ലെങ്കിൽ മധുരയിലെ പ്രതിഷ്ഠ, അങ്ങനെ പല പ്രതിഷ്ഠകളുണ്ടല്ലോ. ഈ പ്രതിഷ്ഠകളെല്ലാം തന്നെ വ്യത്യസ്ത രൂപത്തിൽ ഈ ദൈവത്തെ ഈ പറയുന്ന ദൈവത്തെ ഏത് മൂർത്തിയാണോ അവരെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അത് ജനകീയമാണ്. ആ ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. അത് ആ ക്ഷേത്രത്തിൻ്റെ ഈ വിളക്കുകളുടെ പ്രത്യേക ഒരു പ്രഭയിൽ നമ്മൾ കാണുമ്പോൾ അത് വേറെ രൂപമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആധുനിക കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കടലാസൊക്കെ വന്നു. രവിവർമ്മ ഇങ്ങനെ യൂറോപ്യൻ ക്ലാസിക്കൽ സ്റ്റൈലിൽ രവിവർമ്മ വരച്ച ചിത്രങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഒരു ചിത്രം എടുത്തുകൊണ്ട് രാമൻ എന്നൊക്കെ പറയുന്നത്
അല്ലെങ്കിൽ വിഷ്ണു എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു മീഡിയോക്കർ മെന്റാലിറ്റിയാണ്. കാരണം ഇന്ത്യയിൽ ബുദ്ധമതം അല്ലെ ഹിന്ദുമതം ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും അതിശക്തമായിട്ട് സാമൂഹ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ ഭക്തി പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ഭക്തി പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു മൂർത്തി സങ്കല്പമില്ല. അതിൽ ഇഷ്ടദേവത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ദേവത, ഇപ്പോൾ മീരാബായി ആണെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലേ, അതുപോലെ തന്നെ മേൽപ്പത്തു നാരായണ ഭട്ടതിരിപ്പി ഗുരുരമ്മ, അതല്ലെങ്കിൽ പൂന്താനക്കാണെങ്കിൽ ഗുരുവായൂരപ്പൻ, അവരവരുടെ ഇഷ്ടദേവതയാണ്. അത് അവരുടെ മനസ്സിലാണ് ആ സങ്കല്പം. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, പക്ഷെ അവരുടെ മനസ്സിൽ ആ സങ്കല്പമാണ്, മനസ്സിൽ ഇഷ്ടദേവതാ സങ്കല്പമാണ്. ഇതാണ് അദ്വൈതമൊക്കെ നമുക്ക് കണക്ട് ചെയ്യുക ഈ ഭക്തി പ്രസ്ഥാനത്തെ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബൃഹത്തായ ട്രഡീഷൻ മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും മനസ്സിലാക്കുന്ന ആളാണ് ഉപദേശം കൊടുത്തതെങ്കിൽ ഒരിക്കലും ഒരു ചിത്രം കൊണ്ട് രാഹുൽ ഗാന്ധി പോവില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ പറയുന്ന കേട്ടില്ല 2 ദിവസം മുമ്പ് ഏകലവ്യൻ യുവാവാണെന്ന രീതിയിൽ 6 വയസ്സുള്ള യുവാവ്. അത്തരം BJP വർഷങ്ങളായി തന്നെ ഇദ്ദേഹത്തെ ഒരു പപ്പു ഇമേജ് ക്രിയേറ്റ് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം എന്തുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല? ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നവരാണോ ഇദ്ദേഹത്തെ തെറ്റായ വഴിക്ക് ഉപദേശിക്കുന്ന തന്നെ ആയിരിക്കണം. ഈ ഏകലവ്യനെ ഒന്നും മൂപ്പര് കളയാൻ വലിയ സാധ്യതയൊന്നുമില്ല. പരിപാടിച്ച സ്കൂളുകളൊന്നും അങ്ങനെ ഏകലവ്യനം പഠിക്കാൻ സാധ്യതയില്ല. അതൊക്കെ എന്ന് വെച്ചാൽ ഏകലവ്യനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാരും അതുപോലെ തന്നെ ദളിത് ചിന്തകരാണ്. ഇപ്പൊ ദളിത് ചിന്താഗതി ഈ പറയുന്ന BJP ഇതര പ്രസ്ഥാനങ്ങൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. BJPയിലുണ്ട്. BJP അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് BJP അംഗീകരിച്ചത് ഏതാണ്ട്. അപ്പൊ ഈ ദളിത് ചിന്താഗതി വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നു. ഈ കാസ്റ്റ് സെൻസസ് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ചോദ്യം. ഈ 2024 രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു ഈ കാസ്റ്റ് സെൻസസ്. അതോടൊപ്പം തന്നെ മറ്റ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ. പക്ഷെ അത് ജനങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം അതിൽ തന്നെയാണ്, അന്ന് എന്താണോ പറഞ്ഞത് ആ വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മറിച്ച് BJP പരാജയം ഉണ്ടാകുന്നു, RSSുമായി ബന്ധം ചെറിയ വിള്ളൽ വരുന്നു. അത്തരം എന്താണോ തങ്ങൾക്ക് തെറ്റുപറ്റിയത് ആ തെറ്റ് തിരുത്തി അവർ മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി 2024 എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് പുതിയ എന്തെങ്കിലും ക്യാച്ചി ആയിട്ടുള്ള എന്തെങ്കിലും സ്ലോഗൻ ആരും കൊടുക്കുന്നവരെ മൂപ്പർ അവിടെ തന്നെ നിൽക്കും. ഇതിപ്പോ സ്വന്തം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട്, പഠനമൊക്കെ കുറവാണ്. പിന്നെ ഈ നരേന്ദ്രമോദിയൊക്കെ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രചാരകനായി വന്നുകൊണ്ട് കുറച്ച് പഠിച്ചിട്ടാണ്, അവരുടെ സാധനങ്ങൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു ഒക്കെ എന്ന് വെച്ചാൽ ഈ ലണ്ടനിലൊക്കെ പഠിച്ചുകൊണ്ട് ഹാരാ സ്കൂളൊക്കെ പഠിച്ചുകൊണ്ട് ചരിത്രത്തിലൊക്കെ സാമാന്യ ബോധം ഉണ്ടായി. മഹാത്മാഗാന്ധിജിക്ക് മഹാത്മാഗാന്ധി വീട്ടിൽ ഒരു വൈഷ്ണവ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അവർ പറയുന്നത് പല കാര്യത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ആരെങ്കിലൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ആ ഉപദേശിച്ചു കൊടുക്കുന്നത് അന്നപ്പം അവരൊരു ടീം ഉണ്ടാവും, ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും. ആ ഉപദേശം കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് ഇവർ നീങ്ങുന്നത്. ഉപദേശം കൊടുക്കുന്ന ടീമിന് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. ഈ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ സമാനമായ ഒരു കന്നിപ്രസംഗം നടത്തി. അതായത് ഹിമാചൽ പ്രദേശിനെ സ്വന്തം മുഖ്യമന്ത്രിയാണ് അവർ വിമർശിച്ചിരിക്കുന്നത്. ഈ പ്രിയങ്കയുടെ പ്രതീക്ഷ എങ്ങനെയാണ് കോൺഗ്രസിന്? പ്രിയങ്കയിലല്ല, എനിക്ക് പ്രിയങ്കയുടെ ഭർത്താവിലാണ് പ്രതീക്ഷ. കാരണം രാഷ്ട്രീയത്തിൽ അതിശക്തമായ അംബീഷൻ വേണം. ഈ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒന്നും അംബീഷ്യസ് അല്ല. ഇപ്പം നിനക്കും എനിക്കൊക്കെ പ്രധാനമന്ത്രി എന്നൊക്കെ വലിയ സംഭവമായിരിക്കും, അവർക്ക് വലിയ സംഭവമൊന്നുമല്ല. കാരണം അവരെ അമ്മൂമ്മ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും ഒക്കെ തന്നെയായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പവർഫുള്ളായിട്ട്. അപ്പം അവർ ഡെയിലി കാണുന്ന ഈ സ്ഥാനത്ത് അവർക്ക് പ്രത്യേകമായി ഇപ്പോൾ പ്രണവ് മോഹൻലാലിന് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രണവ് അത്ര അംബീഷ്യസും അല്ല. അതുപോലെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അംബീഷ്യസ് അല്ല. അംബീഷ്യസ് ആകുമ്പോൾ പൊളിറ്റിക്സ് സ്ട്രാറ്റജൈസ് ചെയ്യണം, അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. ഇപ്പം ചക് ദേ ഇന്ത്യയിലെ കോച്ച് ഇല്ലേ ഷാരൂഖ് ഖാൻ, ആ കോച്ച് അയാളെ ഓരോ നിമിഷം അയാൾ ചിന്തിക്കുന്ന കളി എങ്ങനെ ജയിക്കാന്നുള്ളതാണ്. ആ രീതിയിൽ ചിന്തിക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകളല്ലേ ഇവർ. ആ കുടുംബത്തിലായതുകൊണ്ട് താല്പര്യമില്ലാതെ പൊളിറ്റിക്സിൽ എത്തപ്പെട്ട ആൾ. താല്പര്യമുള്ള ആൾ വാദ്രയാണ്. വാദ്ര അംബീഷ്യസ് ആണ്. വാദ്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈലി അംബീഷ്യസ്. ഇപ്പം മോഡിയൊക്കെ ഹൈലി അംബീഷ്യസ് ആയിരുന്നു. അംബീഷ്യസ് വെച്ചാൽ പേഴ്സണലി അല്ല, മോഡിന്റെ ഉള്ളിൽ ഹിന്ദു രാജ്യം സ്ഥാപിക്കുക എന്നുള്ള RSSന്റെ സ്വപ്നം ഉണ്ടായിരുന്നു. ഹി ഈസ് സ്റ്റിൽ അംബീഷ്യസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ഈ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാവുക, അതിനെങ്ങനെ കുറേ ബിസിനസ് പിടിക്കാം, അങ്ങനെ ആളുകളെ ബഹുമാനം കിട്ടും, അങ്ങനെ അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ് റോബർട്ട് വാദ്ര. കോൺഗ്രസിന്റെ കൂടെയുള്ള നേതാക്കളെല്ലാം വലിയ പ്രതീക്ഷയിലാണല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഓരോ സമയത്ത് വീഴുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷകളല്ലേ മനുഷ്യൻ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. അവർക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ആള് ഇയാളാണ് റോബർട്ട് വാദ്ര. റോബർട്ട് വാദ്രനെ പക്ഷെ ഏതാണ്ട് ബോബി എന്നുള്ള ഫീൽ വരും നമ്മളെ സിനിമയിലെ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ അംഗീകരിക്കാൻ കുറച്ച് ടൈം എടുക്കും. പതുക്കെ അവർ അംഗീകരിക്കും തോന്നുന്നു. കാരണം ജയിക്കണമെങ്കിൽ അയാളുടെ ആ സീല് വേണം. അയാൾ മിഡിൽ ക്ലാസ്സുകാരനാണ്. അയാൾ ലക്ഷ്യം, ഞാൻ മനസ്സിലാക്കിയത് അയാൾ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി എന്ത് ചെയ്യും.
അതുകൊണ്ട് കോൺഗ്രസിന് ഒരു ഭാവി ഇന്ത്യയിലുണ്ടായി എനിക്ക് പ്രതീക്ഷ റോബർട്ട് വാദ്രയിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.